യെസ്. സോ ആദ്യത്തെ ബോഡി പാർട്ട് പാം ആണ്. ഓക്കെ, നമ്മുടെ പാം. ഓക്കെ, നമ്മുടെ ഈ പാം നമുക്ക് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും? വി ക്യാൻ മൂവ് ഇറ്റ് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ? അപ്വേർഡ്സ് മൂവ്മെൻറ്റും പോസിബിൾ ആണ്, ഡൗൺവേർഡ്സ് മൂവ്മെൻറ്റും പോസിബിൾ ആണ് അല്ലേ? യെസ്. സോ നമുക്ക് മേലോട്ടും താഴോട്ടും നമ്മുടെ പാമ്പിനെ നമുക്ക് കൈപ്പത്തി നമുക്ക് ചലിപ്പിച്ചൂടെ? അപ്പ് ആൻഡ് ഡൗൺ പോസിബിൾ ആണ്. ദെൻ എൽബോ, നമ്മുടെ കൈമുട്ട് എങ്ങനെയാ? കൈമുട്ട് എങ്ങനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത്? അപ്വേർഡ് ആണല്ലേ. കൈമുട്ട് അപ്വേർഡ് മൂവ്മെന്റ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ? വി ക്യാൻ മൂവ് ഓൺലി അപ്വേർഡ് അല്ലേ? നോക്കിക്കേ, നമ്മുടെ പാം എങ്ങനെയാണ്? ഇത് നമ്മുടെ പാമിന്റെ മൂവ്മെന്റ് കാണിക്കുന്നത് അല്ലേ? നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോസിബിൾ ആണ്. യെസ്. ഇനി നമ്മുടെ കൈമുട്ടോ? നമ്മുടെ എൽബോന്റെ ഇമേജ് ആണ് അല്ലേ? അതെങ്ങനെയാണ്? നമുക്ക് അപ്വേർഡ് മൂവ്മെന്റ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ. ദെൻ നീ അല്ലേ, നമ്മുടെ കാൽമുട്ട് അല്ലേ? കാൽമുട്ട് എങ്ങനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്? നോക്കിക്കേ, നമ്മുടെ കാൽമുട്ട് എങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നേ? ബാക്ക്വേർഡ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ? നമ്മുടെ കാൽമുട്ട്, നമ്മുടെ നീ നമുക്ക് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത് അല്ല? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. മിസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ബാക്ക്വേർഡ് മൂവ്മെന്റ് മാത്രമാണ് നമ്മുടെ നീക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ എളുപ്പമല്ലേ? നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ? അതെ. ഓക്കെ, സോ നീ ക്യാൻ ബെൻഡ് ഇൻ ബാക്ക്വേർഡ് ഡിറക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ കഴുത്ത് അല്ലേ? കഴുത്ത് നമുക്ക് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നേ? എല്ലാ ഡയറക്ഷനിലോട്ടും കഴുത്ത് മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? നമ്മൾ ചില പ്രേത സിനിമയിലൊക്കെ കാണും അല്ലേ? കഴുത്ത് ഇങ്ങനെ കറങ്ങുന്നത് നമ്മൾ കാണും അല്ലേ? അത് നമുക്ക് പറ്റുമോ? ഇല്ല, നമുക്ക് പറ്റില്ല. നമുക്ക് എങ്ങനെയൊക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റുക? നമുക്ക് രണ്ട് സൈഡിലോട്ട് അല്ലെ, രണ്ട് ഡയറക്ഷനിലോട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും അല്ലേ? അല്ലാതെ എല്ലാ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? യെസ്. സോ നോക്കിക്കേ, നമ്മുടെ കഴുത്ത് എങ്ങനെയൊക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത്? നമുക്ക് ഫ്രണ്ട് ബാക്ക് അല്ലേ? അങ്ങനെ നമുക്ക് രണ്ട് ഡിറക്ഷനിലോട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. എല്ലാ ഡിറക്ഷനിലോട്ട് അറ്റ് ടൈം മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? പോസിബിൾ അല്ല. ഓക്കെ, so we can move it in both directions. Then wrist അല്ലേ? നമ്മുടെ റിസ്റ്റ്, ഈ റിസ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റും? എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? റിസ്റ്റിനെ എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? യെസ്, പറ്റുമല്ലേ? നമുക്ക് നമ്മുടെ റിസ്റ്റിനെ എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യിക്കാൻ പോസിബിൾ ആണ് അല്ലേ? നമ്മൾ റിസ്റ്റിനൊക്കെ എക്സസൈസ് കൊടുക്കും അല്ലേ? നമ്മൾ കുറേ നേരം പേനയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ പെൻസിലൊക്കെ പിടിച്ച് എഴുതിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കുറേ എക്സസൈസൊക്കെ ചെയ്യും. നമ്മൾ യോഗയിൽ റിസ്റ്റിന് എക്സസൈസ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് റിസ്റ്റ് എല്ലാ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തൂടെ? യെസ്, എല്ലാ ഡയറക്ഷനിലോട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. സോ വി ക്യാൻ മൂവ് അവർ റിസ്റ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ക്ലിയർ അല്ലേ? നമ്മുടെ തന്നെ റിസ്റ്റ്, നമ്മുടെ തന്നെ കൈ, നമ്മുടെ തന്നെ കാല് നമുക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്, ഓൾ റൈറ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡിറക്ഷൻ? അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയില്ലേ, നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്സും ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഡിറക്ഷൻസിലാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ പാർട്സ് ആണ് ഒരു ഡിറക്ഷനിലോട്ട് മാത്രം മൂവ് ചെയ്യിക്കാൻ പറ്റുക? ഏതൊക്കെ പാർട്സിനാണ്? നമ്മുടെ നീ അല്ലേ? നീ എങ്ങടെ മൂവ് ചെയ്യാൻ പറ്റുക? നീ നോക്കിക്കേ, നമ്മുടെ നീ ബാക്ക്വേർഡ് മൂവ്മെന്റ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ നീക്ക്? യെസ്. സോ നീ പറയാല്ലേ, നമുക്ക് ഒരു ഡയറക്ഷനിലോട്ട് മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്നത് നീ. ദെൻ പിന്നെ ഏതാണ്? നീ ആയി. ദെൻ എൽബോ അല്ലേ? നമുക്ക് നമ്മുടെ കൈമുട്ട് ഒരു ഡയറക്ഷനിലോട്ടല്ലേ? അപ്വേർഡ് മൂവ്മെന്റ് മാത്രല്ലേ പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ മക്കളെ? നോക്കിക്കേ, യെസ്, നമുക്ക് ഇവിടെ എൽബോയിൽ എന്താണ്? അപ്വേർഡ് മൂവ്മെന്റ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ? യെസ്. ദെൻ വിച്ച് ക്യാൻ ബി മൂവ്ഡ് ഇൻ ബോത്ത് ഡിറക്ഷൻസ്? രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? നെക്കാണ് അല്ലേ? നമ്മുടെ കഴുത്താണ് രണ്ട് ഡിറക്ഷനിലോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അല്ലേ? നോക്കിക്കേ, അത് നമ്മൾ ന്യൂട്രൽ ആയിട്ടിരിക്കുന്നു. നമുക്ക് രണ്ട് ഡിറക്ഷനിലോട്ട് മൂവ് ചെയ്തൂടെ? ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. ദെൻ വിച്ച് പാർട്സ് ക്യാൻ ബി മൂവ്ഡ് ഇൻ മെനി ഡിറക്ഷൻസ് അല്ലെ? കുറേ ഡിറക്ഷൻസിലോട്ട്, എല്ലാ ഡയറക്ഷൻസിലോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന ബോഡി പാർട്ട് ഏതാണ്? എല്ലാ ദിശകളിലോട്ടും ചലിപ്പിക്കാൻ പറ്റുന്ന ശരീരത്തിന്റെ ഭാഗം ഏതാണ്? റിസ്റ്റ് ആണ്. നമ്മുടെ റിസ്റ്റ് ആണല്ലേ നമുക്ക് എല്ലാ ഡയറക്ഷനിലോട്ടും
മൂവ് ചെയ്യിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അപ്പൊ എന്താണ് നമ്മുടെ അസ്ഥിസന്ധികൾ അല്ലെങ്കിൽ ജോയിൻസ് എന്ന് പറയുന്നത്? എന്താണ് ജോയിൻസ്? നമ്മുടെ പുതിയ ടോപ്പിക് ആണ്. ഓക്കെ, എന്തായിരിക്കും ഈ ജോയിൻസ് എന്ന് പറയുന്നത്? എന്താണ് അസ്ഥിസന്ധികൾ? നമ്മുടെ രണ്ട് അസ്ഥികളെ തമ്മിൽ യോജിപ്പിക്കുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുന്നത് അല്ലേ? ബോൺസ് അല്ലെ, നമ്മുടെ രണ്ട് ബോൺസിനെ യോജിപ്പിക്കുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോയിൻസ് എന്ന് പറയുന്നത് അല്ലേ? ജോയിൻസ് കണക്ട് ബോൺസ് ടുഗെദർ ആൻഡ് ഹെൽപ്പ് us in various movements and actions അല്ലേ? എന്താ പറയുന്നത്? നമ്മുടെ ജോയിൻസ് അതായത് അസ്ഥിസന്ധികൾ നമ്മുടെ അസ്ഥികളെ ഒരുമിപ്പിക്കും അല്ലേ? നമ്മുടെ കുറെ അസ്ഥികളെ, മെനി ബോൺസിനെ ഇറ്റ് കംസ് ഇറ്റ് ടുഗെദർ അല്ലെ, ഇറ്റ് ബ്രിങ്സ് ടുഗെദർ. എന്നിട്ട് എന്താ സംഭവിക്കുന്നേ? ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ സഹായിക്കുന്നു അല്ലെ? എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലെ? നോക്കിക്കേ, ഇത് ഒരു ബോണാണ്, ദെൻ ഇതൊരു ബോണാണ്. ഓക്കെ, അപ്പൊ ഈ റീജിയന് നമുക്ക് എന്ത് പറയാം? ജോയിന്റ്. ഓക്കെ, ഇതിന് നമുക്ക് ജോയിന്റ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ട് ബോൺസിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ക്ലിയർ അല്ലേ? ഇറ്റ് കണക്ട്സ് ബോൺസ് ടുഗെദർ. മനസ്സിലായില്ലേ? നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഓക്കെ, അതായത് ഗോളര സന്ധികൾ. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ നമുക്ക്? യെസ്, അപ്പോൾ നോക്കിക്കേ, നമുക്ക് ആദ്യം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് നമുക്ക് ഒരു കുഴി പോലെ ഒരു സോക്കറ്റ് ഉണ്ടാവും. ഒരു ബോണിന് ഒരു സോക്കറ്റ് ഉണ്ട്, ഒരു കുഴി പോലെ ഒരു സോക്കറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ വേറൊരു ബോണിന് ഒരു ബോൾ പോലെ ഒരു പാർട്ട് ഉണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? ഈ ബോൾ പോലത്തെ പാർട്ട് വേറെ ബോണിൻ്റെ സോക്കറ്റിനോട് ചേരും. ഓക്കെ, ഇങ്ങനെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ഇതിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഗോളര സന്ധികൾ അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, സോ അവർ ഫ്രീലി മൂവബിൾ ആണ്. ഓക്കെ, ദെൻ ദ ബോൾ ഓഫ് വൺ ബോൺ റൊട്ടേറ്റ്സ് ഇൻ ദ സോക്കറ്റ് ഓഫ് ദി അതർ ബോൺ. ഓക്കെ, ഒരു ബോണിൻ്റെ സോക്കറ്റിൽ മറ്റൊരു ബോണിൻ്റെ ബോൾ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലെങ്കിൽ ഗോളര സന്ധികൾ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണാൻ സാധിക്കുക? എവിടെയൊക്കെ ആയിരിക്കും? നമ്മുടെ ഷോൾഡേഴ്സിൽ. ഓക്കെ, നമ്മുടെ ഷോൾഡർ ജോയിന്റും പിന്നെ നമ്മുടെ ഹിപ്പ് ജോയിന്റും. ഓക്കെ, നമ്മുടെ അരക്കെട്ടിലും നമ്മുടെ തോൾ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ഓഫ് അസ്ഥിസന്ധികളെയാണ്? ഗോളര സന്ധികളെയാണ്. ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിനെയാണ് നമുക്ക് ഷോൾഡർ ജോയിന്റിലും ഹിപ്പ് ജോയിന്റിലും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? നമ്മുടെ ഹിപ്പ് ജോയിന്റ് കാണാം അല്ലെ? ഇവിടെ എന്താ, നമുക്ക് ഹിപ്പിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സോക്കറ്റ് കാണാം അല്ലേ? അപ്പോൾ വേറൊരു ബോണിന്റെ ബോൾ പോലത്തെ റീജിയൻ ഈ സോക്കറ്റിനോട് അറ്റാച്ച്ഡ് ആണ്. അവിടെ നിന്നിട്ട് ഇത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രീലി മൂവബിൾ ആണ്. മനസ്സിലായോ എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്നുള്ളത്? ക്ലിയർ അല്ലേ? ഓൾ റൈറ്റ്, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, ഏതാണ്? ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, അല്ലെങ്കിൽ വിജാഗിരി സന്ധികൾ. ഓക്കെ, വിജാഗിരി സന്ധികൾ. നിങ്ങൾക്കറിയില്ല എന്താണ് ഹിഞ്ച് എന്നുള്ളത്? എന്താണ് വിജാഗിരി എന്നറിയൂ നിങ്ങൾക്ക്? നോക്കിക്കേ, നമ്മുടെ ഡോറൊക്കെ അല്ലേ, നമ്മുടെ റൂമുകളുടെ ഡോറ് അല്ലെങ്കിൽ വിൻഡോസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കബോർഡിൻ്റെ ഒക്കെ അതിൻ്റെ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം അല്ലേ? നോക്കിക്കേ, ഇതിപ്പോൾ ഒരു ഡോറാണെന്ന് വിചാരിച്ചോ, ഇതൊരു വോളാണെന്ന് വിചാരിച്ചോ. ഈ ഭാഗത്ത് ഈ ഡോർ അറ്റാച്ച് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ടാവില്ലേ? തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടാവില്ലേ? അറ്റാച്ച് ചെയ്യുന്ന റീജിയനാണ് നമ്മൾ വിജാഗിരി അല്ലെങ്കിൽ ഹിഞ്ച് എന്ന് പറയും, ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് എ ഹിഞ്ച് ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡിറക്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഡിറക്ഷനിൽ മാത്രമേ നമുക്ക് ഹിഞ്ച് ജോയിൻറ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, സോ അതിന് എക്സാമ്പിൾ ആരൊക്കെ ആയിരിക്കും? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ ഏതൊക്കെ ബോഡി പാർട്സ് ആണ് നമുക്ക് ഒരു ഡിറക്ഷനിൽ മാത്രം മൂവ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ എൽബോയും നീയുമാണ് അല്ലെ? നമ്മുടെ കൈമുട്ടും കാൽമുട്ടും ഒരു ദിശയിലോട്ട് മാത്രമല്ലേ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കൂ? യെസ്, അപ്പോൾ നമ്മുടെ വിജാഗിരി സന്ധികൾ ഹിഞ്ച് ജോയിൻസ് ഇപ്പം എവിടെയായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക?
അതെ, നമ്മുടെ നീസിലും എൽബോസിലായിരിക്കും നമുക്ക് ഹിഞ്ച് ജോയിൻസിനെ കാണാൻ സാധിക്കുക. കാരണം എന്താ, നമ്മുടെ ഹിഞ്ച് ജോയിൻസ് ഒരു ഡയറക്ഷനിലോട്ട് മാത്രമല്ലേ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലിയർ ആയില്ലേ? ഓൾറൈറ്റ്. എൽബോ ജോയിന്റും നീ ജോയിന്റും ആണ് ഹിഞ്ച് ജോയിന്റിന്റെ എക്സാമ്പിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജോയിന്റ് ആണ് പിവോട്ട് ജോയിന്റ്. ഓക്കെ, കീലസന്ധികൾ എന്ന് പറയും. ഓക്കെ, സോ എന്താണ് കീലസന്ധികളുടെ ഫീച്ചേഴ്സ്? എന്താണ്? A bone turns in opposite directions at an axis in the same plane. അല്ലേ? അപ്പൊ നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് പഠിച്ചാലോ? നമ്മുടെ കഴുത്ത്. ഓക്കെ, നമ്മുടെ കഴുത്തിലെ ജോയിന്റ് ആണ് പിവോട്ട് ജോയിന്റ് അല്ലെങ്കിൽ കീലസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്താണ്? നെക്കാണ്. ഓക്കെ, നമ്മുടെ നെക്ക് നോക്കിക്കേ. നമ്മുടെ നെക്ക് എങ്ങനെയാണ്? നമുക്ക് രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഓക്കെ, നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് നമ്മുടെ കഴുത്തിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും അല്ലേ? യെസ്. ആൻഡ് അറ്റ് ആൻ ആക്സിസ് ഇൻ ദ സെയിം പ്ലെയിൻ. അല്ലേ? ഒരേ പ്ലെയിനിലല്ലേ? ഒരേ പ്ലെയിനിലല്ലേ നമ്മൾ മൂവ് ചെയ്യുന്നത്? നമ്മുടെ കഴുത്ത് ഒരേ പ്ലെയിനിലാണ്. പിന്നെ ഒരു ആക്സിസ് ഇല്ലേ? ഒരു ആക്സിസ് ഉണ്ടല്ലേ? യെസ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അല്ലേ? ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒരൊറ്റ പ്ലെയിനിൽ അല്ലെ? ഒറ്റ പ്ലെയിനിൽ ഒരു ആക്സിസിന് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പിവോട്ട് ജോയിന്റ് അല്ലെങ്കിൽ കീലസന്ധി അവയുടെ ചലനം വരുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്താണ്? നെക്ക് റീജിയൻ. ഓക്കെ, നെക്ക് ജോയിന്റ് ആണ്. ഓക്കെ, സോ നോക്കിക്കേ, ഇതാണല്ലേ നമുക്ക് ഇവിടെയാണ് നമുക്ക് നമ്മുടെ പിവോട്ട് ജോയിന്റ് കാണാൻ പറ്റുന്നത് അല്ലേ? യെസ്. So part where the skull and the anterior part of the vertebral column joins. ക്ലിയർ ആയോ? എന്താണ് പിവോട്ട് ജോയിന്റ് എന്ന് മനസ്സിലായില്ലേ? കീലസന്ധി എന്താന്ന് മനസ്സിലായില്ലേ? 3 സന്ധികളും ക്ലിയർ അല്ലേ എല്ലാവർക്കും? 3 അസ്ഥി സന്ധികളും ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഈസി അല്ലേ? ഓൾറൈറ്റ്. ഇനി നമ്മൾ കുറച്ച് മോഡൽസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാ ഓരോ ജോയിന്റ്സിനും. നോക്കിയാലോ? ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് എന്താണ്? വിജാഗിരി സന്ധികളാണ് അല്ലേ? വിജാഗിരി സന്ധി അല്ലേ? നമുക്ക് എല്ലാ ഡയറക്ഷൻസിലോട്ടും ഹിഞ്ച് ജോയിന്റിന് മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു ഡയറക്ഷനിൽ മാത്രമല്ലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എൽബോ ആൻഡ് നീ ജോയിന്റ് അല്ലേ? ഒരൊറ്റ ഡയറക്ഷനിൽ നമുക്ക് ഇവയെ മൂവ് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ വിജാഗിരി സന്ധി അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റിന് നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ്? നമ്മളൊരു ഡോറിന്റെ ഒക്കെ എക്സാമ്പിൾ വെച്ച് പഠിച്ചായിരുന്നു അല്ലേ? എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? Construct a model showing the movement of the knee joint with 2 flat wooden pieces and a hinge. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ നീ ജോയിന്റ് ആണ് വിജാഗിരി സന്ധിക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് നോക്കിക്കേ. നമ്മൾ 2 വുഡൻ പീസ് എടുത്തു. ഓക്കെ, 2 വുഡൻ പീസ് എടുത്തു, ഒരു ഹിഞ്ച് എടുത്തു. എന്നിട്ട് നമ്മളതോ ഈ ഫോമിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിറക്ഷനിലോട്ട് മാത്രമേ നമുക്ക് ഇതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നീ ജോയിന്റ് എക്സാമ്പിൾ ആയോ? യെസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഗോളരസന്ധി നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിയാലോ? എങ്ങനെയായിരുന്നു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്? ഒരു ബോണിന് എന്തുണ്ടാവും? ഒരു ക്യാവിറ്റി പോലെ അല്ലെ? ഒരു സോക്കറ്റ് ഉണ്ടാവും, ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാവും. വേറൊരു ബോണിൽ എന്തുണ്ടാവും? ഒരു ബോൾ പോലെ ഉണ്ടാവും അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ബോണിനെ ഈ സോക്കറ്റിനോട് ചേർന്ന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയല്ലേ ഗോളരസന്ധി വർക്ക് ചെയ്യുന്നേ അല്ലേ? ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഗോളരസന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? ഒരു ഐസ്ക്രീം ബോളും ഒരു സ്മോൾ ബോളും ഒരു സ്റ്റിക്കും വേണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റിക്കിൽ നമ്മൾ ആ സ്മോൾ ബോളിനെ ടൈ ചെയ്യും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഐസ്ക്രീം ബോളിലോട്ട് ആ സ്മോൾ ബോളിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായി? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് റെഡി ആയില്ലേ? ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ കീലസന്ധി അല്ലെങ്കിൽ പിവോട്ട് ജോയിന്റ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിയാലോ? എങ്ങനെയാ? അത് നമ്മൾ എന്തൊക്കെ വേണം? കുറച്ച് ലിഡുകൾ വേണം അല്ലേ? കുറച്ച് അടപ്പുകൾ വേണം അല്ലേ? അതായത് ഇപ്പോൾ ചില പൗഡർ ടിൻസ് അല്ലെങ്കിൽ ലോഷൻസ് ഇതിൻ്റെയൊക്കെ അടപ്പുണ്ടാവില്ലേ? മൂടി ഉണ്ടല്ലേ? അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിവോട്ട് ജോയിന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പിവോട്ട് ജോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? അതായത് ഒരു ആക്സിസിന് ചുറ്റും ഓപ്പോസിറ്റ് ഡിറക്ഷൻ അല്ലേ? ഒരു ആക്സിസ് ഉണ്ടാവും, ഒരേ പ്ലെയിനിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അത് മൂവ്മെന്റ് നടത്തുന്നത് അല്ലേ? ഓക്കെ. What would have been our difficulties if there were no joints in the human body?
അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തില് ജോയിൻസ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അസ്ഥിസന്ധികൾ ഇല്ലാത്തൊരവസ്ഥയാണ് മനുഷ്യ ശരീരത്തിലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? പ്രോപ്പറായിട്ട് മൂവ്മെന്റ് നടക്കുവോ? ഇല്ല. പ്രോപ്പറായിട്ട് ചലിക്കാൻ പറ്റില്ല അല്ലെ നമുക്ക്. അപ്പൊ എന്ത് പറയാം? വി വോണ്ട് ബി ഏബിൾ ടു ഡു തിങ്സ് ലൈക്ക് ബെൻഡ് ആൻഡ് സ്ട്രെച്ച് അല്ലേ? നമുക്ക് ബെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ പറ്റുമോ? പറ്റില്ല അല്ലെ. ജോയിൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യാനും ബെൻഡ് ചെയ്യാനൊക്കെ പോസിബിൾ ആവുന്നത് അല്ലേ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഒരു സ്റ്റിക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഓടാനോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാനോ ഒന്നിനും പോസിബിൾ ആയിരിക്കില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ബെൻഡ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും അല്ലേ? ബെൻഡിങ് വഴിയും സ്ട്രെച്ചിങ് വഴിയല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ? നമുക്ക് എന്തിനും ചലിക്കണം അല്ലേ? അപ്പൊ അതിനാര് വേണം? അസ്ഥിസന്ധികൾ വേണം. ജോയിൻസ് വേണ്ടേ? വേണം. We will also be unable to move since joints are important for joining the bones and making the skeleton flexible അല്ലേ? നമുക്ക് എന്ത് വേണം? ജോയിൻസ് വേണം അല്ലേ? ജോയിൻസ് ആണ് ബോൺസിനെ കൂട്ടിച്ചേർക്കുന്നത് അല്ലേ? നമ്മൾ പഠിച്ചതാണല്ലേ? ജോയിൻസ് ആണ് ബോൺസിനെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ബോൺസിനെ അസ്ഥികളെ ജോയിൻ ചെയ്യാൻ നമുക്ക് ജോയിൻസ് വേണം. ദെൻ നമ്മുടെ അസ്ഥിയെ അല്ലെ സ്കെൽട്ടൻ സിസ്റ്റത്തിനെ ഫ്ലെക്സിബിൾ ആക്കണം അല്ലെ? എന്നാലല്ലേ ഫ്ലെക്സിബിൾ ആയാലല്ലേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. റിജിഡ് ആയിട്ടിരിക്കുകയാണ്. റിജിഡ് ആണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ജോയിൻസ് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ സ്കെൽട്ടനെ ഒക്കെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓൾറൈറ്റ്. How can we perform the following actions if the neck bones are immovable? Okay, നമ്മുടെ നെക്ക് ബോൺസ്, നമ്മുടെ കഴുത്തിലെ അസ്ഥികൾ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓടാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? ബുക്ക് വായിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ പുറകിലിരിക്കുന്ന ആളെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? നമ്മുടെ കഴുത്ത് അനങ്ങുന്നില്ല. ഓക്കെ, നമ്മുടെ കഴുത്തിലെ ജോയിൻസ് ഇമ്മൂവബിൾ ആണ്, മൂവബിൾ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിയാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് വായിക്കണമെങ്കിൽ എന്താണ്? ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്യണം. ജോയിൻസ് ഉണ്ടെങ്കിൽ ബെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് നടക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് നേരെ മാത്രം നോക്കി നടക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് താഴെ നോക്കണം, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കണം. അപ്പൊ നമ്മുടെ നെക്കില് ജോയിൻസ് മൂവബിൾ ആയാലല്ലേ, ജോയിൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, you have learned about the bones and their functions in the human skeleton അല്ലെ? നമ്മൾ അസ്ഥികളെ കുറിച്ചിട്ടും അവയുടെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? സ്കള്ള് പഠിച്ചു, റിബ്സ് പഠിച്ചു, വെർട്ടിബ്രൽ കോളം, ദെൻ ഹാൻഡ്സിലെയും ലെഗ്സിലെയും ബോൺസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, ദെൻ ഇനി നമ്മൾ നമ്മുടെ അസ്ഥികളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോവാണ്. എങ്ങനെ അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എങ്ങനെ അസ്ഥിഭ്രംശം വരാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ബോൺ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടോ? ബോൺ ഫ്രാക്ചർ എന്താ? ബോൺ ഫ്രാക്ചർ അസ്ഥിഭ്രംശം സംഭവിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും വീണോ, കളിച്ചോ, സൈക്കിളിൽ വീണോ, നമ്മുടെ എല്ലൊടി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെ? നിങ്ങൾ കളിക്കണ ഏജ് ആണ്, അപ്പൊ നിങ്ങൾ വീണിട്ടുണ്ടാവും, കാല് പൊട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് ബോൺ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ? ഓക്കെ, സോ എപ്പോഴാണ് നമുക്ക് ബോൺ ഫ്രാക്ചർ സംഭവിക്കുന്നത്? ദെൻ എങ്ങനെയാണ് ബോൺ ഫ്രാക്ചർ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കിയാലോ? ഓക്കെ, സോ അതിനു മുന്നേ എന്താണ് ബോൺ ഫ്രാക്ചർ നോക്കാം. എന്താണ് അസ്ഥിഭ്രംശം എന്ന് നോക്കിയാലോ? ഓക്കെ, strong impact can cause the breaking of bones or the appearance of fissures in the bones അല്ലെ? അപ്പൊ എന്താണ് അസ്ഥിഭ്രംശം, എന്താണ് ബോൺ ഫ്രാക്ചർ എന്ന് പറയുന്നേ? തീവ്രമായ ആഘാതം അല്ലെ? ഒരു സ്ട്രോങ് ഇമ്പാക്റ്റ് സംഭവിക്കണം അല്ലെ? ഒരു തീവ്രമായ ആഘാതം വഴി, അതായത് നമ്മൾ നന്നായിട്ട് വീഴാണ്. നന്നായിട്ട് വീഴാന്ന് പറഞ്ഞ എന്താ? നല്ല സ്റ്റൈലായിട്ട് വീഴാന്നാണോ? അല്ല. എന്താ? നമ്മൾ സൈക്കിളിൽ പെട്ടെന്ന് വീഴുക, അല്ലെങ്കിൽ നല്ല നല്ല മുറിവേക്കുന്ന രീതിയിൽ, നല്ല ക്ഷതവേക്കുന്ന രീതിയിലുള്ള വീഴ്ച. ഓക്കെ, അതുവഴി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോണിന് ഫിഷേഴ്സ് അല്ലെ, വിള്ളലുകൾ, നമ്മുടെ ബോണിൽ, നമ്മുടെ അസ്ഥിയിൽ വിള്ളലുകൾ സംഭവിക്കുന്നു. ഓക്കെ, പിന്നെന്താ സംഭവിക്കും? നമ്മുടെ എല്ല് അല്ലെ, നമ്മുടെ ബോൺസ്, നമ്മുടെ അസ്ഥി ബ്രേക്കായി അല്ലെ? അങ്ങനത്തെ സിറ്റുവേഷൻസിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോൺ ഫ്രാക്ചർ അല്ലെങ്കിൽ അസ്ഥിഭ്രംശം എന്ന് പറയുന്നത്. ഓക്കെ,
ബ്രേക്കിംഗ് ഓഫ് ബോൺസ് ഇസ് കോൾഡ് ഫ്രാക്ചർ അല്ലെ. അപ്പൊ എന്താണ് അസ്ഥിഭ്രംശം എന്ന് പറയുന്നത്? ബോൺസ് ബ്രേക്ക് ആവുക. ഓക്കെ, നല്ല ഒരു ഇടിയുടെ ആഘാതത്തിലോ ഒക്കെ വരുന്ന ഒരു പ്രശ്നമാണത്. ഓക്കെ, ബോൺ ഫ്രാക്ചർ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. സംടൈംസ് ദ പൊസിഷൻ ഓഫ് ദ ബോൺസ് ഇസ് ചേഞ്ച്ഡ്. ചില സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോൺസ് അതായിരിക്കണ ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. ബോൺസ് എങ്ങനെയാണ്? ചില ബോൺസ് അടുത്തടുത്തുണ്ടാവും, ചില ബോൺസ് സെപ്പറേറ്റ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവാം അല്ലേ. നമുക്ക് ചെസ്റ്റ് ബോൺ അല്ലെ, നമ്മുടെ മാറില് ഒരൊറ്റ ബോൺ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ബോൺസ് ഉണ്ട്, ഒറ്റ ബോൺസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഈ ബോൺസിന്റെ പൊസിഷനിൽ വരെ അല്ലെ ചേഞ്ച് വരാം അല്ലെ. അവ ആയിരിക്കുന്ന സ്ഥാനത്തുനിന്ന് വരെ ഇടിയുടെ ആഘാതം കാരണം അവയ്ക്ക് പൊസിഷനിൽ വരെ ചേഞ്ച് വരാം. അതിനെയാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ ഓഫ് ബോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലൊക്കേഷനിൽ നിന്ന് അവ ആയിരിക്കേണ്ട സ്ഥലത്ത് നിന്നുള്ള ഒരു മാറ്റം. ഓക്കെ, ആ സ്ഥലമാറ്റത്തെയാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ബോൺ ഫ്രാക്ചറിന്റെ ഒരു ഇമേജ് കണ്ടാലോ? യെസ്. സോ ഇതെന്താണ്? ഇതൊരു ബോൺ ഫ്രാക്ചർ സംഭവിച്ചതാണ്. ഓക്കെ, ബ്രേക്കിംഗ് ഓഫ് ബോൺസ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. ദെൻ എങ്ങനെയാണ് നമുക്ക് ബോൺ ഫ്രാക്ചർ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുക? എങ്ങനെയാണ് നമുക്ക് ബോൺ ഫ്രാക്ചർ സംഭവിച്ചു? എൻ്റെ ബോൺസ് തമ്മിൽ അവ ബ്രേക്ക് ആയി, അല്ലെങ്കിൽ അവയ്ക്കൊരു ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ അവയ്ക്കൊരു വിള്ളൽ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെയാണ്? നമുക്കതിന് കുറച്ച് സിംറ്റംസ് ഉണ്ട്. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ, എന്ത് രോഗം ഉണ്ടെങ്കിലും അതിന് മുന്നേ കുറച്ച് സിംറ്റംസ് ഒക്കെ നമ്മുടെ ബോഡി കാണിക്കും അല്ലെ. നമുക്ക് പനി വരാൻ പോവുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് മേലുവേദന, തലവേദന, ചെറുക്ക് ജലദോഷം, അങ്ങനെ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അസ്ഥിഭ്രംശത്തിനും ബോൺ ഫ്രാക്ചറിനും കുറച്ച് സിംറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ ഇഞ്ചുറി പറ്റിയ സ്ഥലത്ത് അല്ലെ, ഇപ്പൊ നമ്മൾ കൈമുട്ട ഇടിച്ചിട്ടാണ് വീണത്, നമുക്ക് ബോൺ ഫ്രാക്ചർ സംഭവിച്ചത് ഈ റീജിയനിലാണ്. എന്തുണ്ടാവും? നമുക്ക് ഇവിടുത്തെ കൈ ഈ റീജിയനിലായിട്ട് ഒരു വേദന ഉണ്ടാവും അല്ലെ. ഈ റീജിയൻ നമ്മുടെ കൈയൊക്കെ ഒന്ന് അനക്കുമ്പോൾ അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുമ്പോൾ, സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ പെയിൻ ഉണ്ടാവും അല്ലെ, ആ റീജിയനിൽ. യെസ്. അപ്പോൾ പെയിൻ ഇൻ ദ ഇൻജ്യൂർഡ് പാർട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ റീജിയനിൽ എന്താണ് ബോൺ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടാവാം. പിന്നെന്താണ്? ഡിഫിക്കൽട്ടി ഇൻ മൂവിങ് ദ ഇൻജേർഡ് പാർട്ട് അല്ലേ. അപ്പൊ നമുക്ക് ഈ റീജിയനിൽ ബോൺ ഫ്രാക്ചർ സംഭവിച്ചാൽ ഈ റീജിയൻ കൈയൊക്കെ അനക്കാനൊക്കെ നമുക്ക് എന്തുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, ഡിഫിക്കൽട്ടി ഉണ്ടാവും നമുക്ക് ഈ പാർട്ട് മൂവ് ചെയ്യാനായിട്ട്. യെസ്. ദെൻ സ്വെല്ലിംഗ് ഓഫ് ദി എഫക്റ്റഡ് പാർട്ട് അല്ലെ, ഒരു നീരൊക്കെ വരും അല്ലെ. ബോൺ ഫ്രാക്ചർ സംഭവിച്ചാൽ ആ സ്ഥലത്ത് എന്ത് സംഭവിക്കും? സ്വെല്ലിംഗ് അല്ലെ, നീര് വരാം അല്ലെ, ഒരു സ്വെല്ലിംഗ് ഒക്കെ സംഭവിക്കാം. ദെൻ a slight bending at the site of injury അല്ലെ. ആ ക്ഷതമേറ്റ ഭാഗത്ത് എന്താണ്? ഒരു ചെറിയ ബെൻഡ് അല്ലെ, നമ്മുടെ ബോണിനാണ് ഫ്രാക്ചർ സംഭവിച്ചത് അല്ലെ. അപ്പൊ എന്താണ്? ഒരു ചെറിയ ബെൻഡിങ് ഒക്കെ നമുക്ക് ആ റീജിയനിൽ വരാം. ദെൻ സ്ട്രക്ചറൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എ സിമിലർ ബോൺ അല്ലെ. അപ്പോൾ ഈ ഭാഗം വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗത്ത് എന്താണ്? ഈ രണ്ട് ജോയിന്റ്സ് എന്താണ്? സിമിലർ ആണല്ലേ. അപ്പോൾ ഈ ജോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ബോണിന് എന്താണ്? രൂപത്തിന് വ്യത്യാസം വരാം അല്ലെ, സ്ട്രക്ചറൽ ചേഞ്ച് സംഭവിക്കാം അല്ലെ. ബോൺ ഫ്രാക്ചർ കാരണം ചേഞ്ച് വരില്ലേ? യെസ്. നമുക്ക് വല്ല ഫിഷറോ, എന്തെങ്കിലും ഒരു വിള്ളലോ, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷനോ, അല്ലെങ്കിൽ ബ്രേക്കേജ് ഓഫ് ബോൺസോ സംഭവിച്ചിരിക്കാം അല്ലെ. യെസ്. ദെൻ നമ്മുടെ ബോൺ ഫ്രാക്ചർഡ് ആയാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മുടെ ബോൺ ഇവിടെ ഫ്രാക്ചറായി, അപ്പം നമ്മൾ വേഗം ഇത് ഫ്രാക്ചറായി, ഇപ്പം നമ്മൾ നന്നായിട്ടിട്ട് അനക്കുകയാണ്, ഒന്ന് ശരിയാവട്ടെ, നമുക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്യാം, നമുക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്യാം, നമുക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബോൺ ഫ്രാക്ചറായാൽ നമ്മൾ ആ ഭാഗം അനക്കാൻ പാടുമോ? ഇല്ല, പാടില്ല. നമ്മളത് സ്റ്റില്ലായിട്ട് വെക്കണം അല്ലേ, നമ്മൾ അനക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ കൂടുതൽ അനക്കും തോറും എന്താ സംഭവിക്കുക? ഫ്രാക്ചറിൻ്റെ ഇമ്പാക്റ്റ് കൂടും. ഓക്കെ, സോ a person whose bone is fractured should be taken immediately to a hospital അല്ലെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പിടിച്ച് അനക്കാനോ ഒന്നിനും നിൽക്കരുത്. നമ്മൾ എന്ത് വേണം? വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, യെസ്. ദെൻ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത്? എന്തൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? The broken parts should not be moved. Tying splints will be helpful അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രോക്കൺ പാർട്സ് അല്ലേ,
നമ്മളിപ്പോൾ നന്നായിട്ട് കൈയിടിച്ചിട്ട് വീണു, നമുക്ക് മനസ്സിലായി അവിടെ എന്തോ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം അനക്കരുത്. ഓക്കെ, അനക്കാതെ പിന്നെ എന്ത് ചെയ്യണം? സ്പ്ലിൻസ് വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്യാം. എന്താണ് സ്പ്ലിൻസ് എന്ന് പറഞ്ഞാൽ? സ്പ്ലിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, കണ്ടോ? ഈ പിക്ചറിൽ കണ്ടോ? ഇതിനെയാണ് നമ്മൾ സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കത് വുഡ് അല്ലേ, വുഡ് മരത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആവാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആവാം, എന്തിൻ്റെ വേണമെങ്കിലും ആവാം. ഓക്കെ, അതൊരു സപ്പോർട്ടാണ് അല്ലേ. നമ്മുടെ ഇവിടെ ഒടിഞ്ഞാൽ, ഇവിടെ ഒരു ഫ്രാക്ചർ സംഭവിച്ചാൽ നമ്മൾ വുഡിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒക്കെ ഇങ്ങനത്തെ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, അത് നമ്മൾ നമ്മുടെ കയ്യിൽ ചേർത്ത് വെക്കും. അപ്പോൾ നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റിനെ അത് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു സപ്പോർട്ടായില്ലേ? അപ്പോൾ നമുക്ക് കൈ ബെൻഡ് ചെയ്യേണ്ടി വരില്ല, സ്ട്രെച്ച് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് വേഗം ഡോക്ടറിനെ കാണിക്കാം. ഓക്കെ, യെസ്. സോ അതിനെയാണ് നമ്മൾ സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എന്തായാലും എത്തിക്കണം അല്ലേ. അതിനു മുന്നേ നമ്മൾ എന്ത് വേണം? ഒരു സ്പ്ലിൻറ്റ് വെച്ചിട്ട് ടൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ആ ഭാഗം, ആ ഫ്രാക്ചർ വന്ന ഭാഗം നമ്മൾ അനക്കാൻ പാടുമോ? അനക്കും ചെയ്യരുത്. ഓക്കെ, ദെൻ അപ്പോൾ എന്തായിരുന്നു സ്പ്ലിൻറ്റ്? എന്തായിരുന്നു? ഇറ്റ്സ് എ സ്ട്രോങ് സപ്പോർട്ട് അല്ലെ, നല്ലൊരു സപ്പോർട്ടാണ് അല്ലെ, നമ്മുടെ കൈക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫ്രാക്ചർ വന്ന ഭാഗത്ത് നമ്മളൊരു നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അതെന്ത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത്? വുഡ്, പ്ലാസ്റ്റിക്, മെറ്റൽ അല്ലേ. നമുക്ക് മെറ്റലോ വുഡോ പ്ലാസ്റ്റിക്കോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്പ്ലിൻറ്റ് കാണാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോക്കൺ പാർട്ടിനെ നമ്മൾ ടൈ ചെയ്യാണ്. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവിടുത്തെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യുന്നു അല്ലേ. നമ്മൾ ബോൺ ഫ്രാക്ചർ സംഭവിച്ചാൽ നമ്മൾ ആ ഭാഗം അധികം അനക്കരുത് അല്ലേ. നമ്മൾ അധികം അനക്കും തോറും ഫ്രാക്ചറിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത കൂടുകയല്ലേ ചെയ്യുക. അപ്പം നമ്മൾ സ്പ്ലിൻറ്റ് വെച്ചിട്ട് ടൈ ചെയ്യുമ്പോൾ അവിടുത്തെ അനക്കം അല്ലെ, അവിടുത്തെ ചലനം നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്. ഓക്കെ, ദെൻ what precautions should be taken to prevent fracture of bones? ഇനി ഈ ബോൺ ഫ്രാക്ചർ സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ അസ്ഥിയെ കൊണ്ട് നടക്കാം, നല്ല ഹെൽത്തി ബോൺസ് ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കാൽഷ്യം അല്ലെ, നമുക്കറിയാം അല്ലെ, കാൽഷ്യം എന്താണ്? എല്ലുകളുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ബോൺസിൻ്റെ ഹെൽത്തി ആയിരിക്കാൻ, ബോൺസ് ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് കാൽഷ്യം ഇമ്പോർട്ടൻ്റ് അല്ലേ. യെസ്. അപ്പോൾ ഈറ്റ് ഫുഡ് ഐറ്റംസ് ദാറ്റ് കണ്ടെയ്ൻ മോർ കാൽഷ്യം. അപ്പോൾ കൂടുതൽ കാൽഷ്യം ഉള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കണം. ഓക്കെ, ദെൻ റെഗുലർ എക്സസൈസ് അല്ലെ, നന്നായിട്ട് വ്യായാമം ചെയ്യണം. ഓക്കെ, നല്ല ജോയിൻസ് ഉണ്ടാവാം, നല്ല ബോൺസ് ഉണ്ടാവാം. നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. ഓക്കെ, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല കാൽഷ്യം ഒക്കെയുള്ള ഫുഡ് കഴിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? ബോൺ ഫ്രാക്ചർ ഒക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലേ. നമ്മളിപ്പോൾ എക്സസൈസും ചെയ്യുന്നില്ല, കാൽഷ്യമുള്ള ഫുഡും കഴിക്കുന്നില്ല. അപ്പോൾ എന്തുണ്ടാവുക? ഒന്ന് വീണാൽ തന്നെ വേഗം ബോൺ ഫ്രാക്ചർ സംഭവിക്കില്ലേ. യെസ്. ദെൻ പിന്നെന്താ ചെയ്യുക? നമ്മൾ കെയർഫുൾ ഇൻ പ്ലേയിങ് അല്ലേ. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ കെയർലെസ് ആയാലും, നമ്മൾ ശ്രദ്ധിക്കാണ്ട് സൈക്കിൾ ഓടിക്കുകയാണ്, ദെൻ കളിക്കുമ്പോഴൊന്നും നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്താണ്? അപ്പോൾ ബോൺ ഫ്രാക്ചർ സംഭവിക്കാം അല്ലേ. യെസ്. ദെൻ മെയിൻറ്റെയിൻ ബോഡി ഇൻ ദ റൈറ്റ് പോസ്ചർ അല്ലേ. നമ്മുടെ ശരീര നില അല്ലേ, നമ്മൾ പറഞ്ഞു നമ്മൾ എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം എന്നാ പറഞ്ഞത്? നമ്മുടെ വെർട്ടിബ്രൽ കോളം സ്ട്രെയിറ്റ് ആയിരിക്കണം അല്ലേ. ബെൻഡ് ചെയ്ത് നിൽക്കുകയാണോ വേണ്ടത്? ഇങ്ങനെ സ്ലാൻഡിങ് പൊസിഷനിലൊക്കെ നിൽക്കുകയാണോ വേണ്ടത്? അല്ല, നമ്മുടെ വെർട്ടിബ്രൽ കോളം സ്ട്രെയിറ്റ് ആയിട്ട് ഇറക്റ്റ് ആയിട്ട് നിൽക്കണം അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? യെസ്. സോ നമ്മുടെ ബോഡി പോസ്ചറൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹാർഡ്നെസ് ഓഫ് ബോൺസ്, അതായത് നമ്മുടെ എല്ലുകളുടെ, നമ്മുടെ അസ്ഥികളുടെ ബലം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബോൺസ് നമുക്ക് ഷേപ്പ് തരുന്നുണ്ട്, സ്ട്രെങ്ത് തരുന്നുണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ് ഇവയ്ക്ക് ഇത്രയ്ക്ക് സ്ട്രെങ്ത് കിട്ടുന്നത്? എവിടെ നിന്നാണ് ഇത്രയും ബലം? എന്തെങ്കിലും ഉണ്ടാവും അല്ലേ നമ്മുടെ ബോൺസിന് ഇത്രയ്ക്കും ബലം കിട്ടാനായിട്ട്. എന്തൊക്കെയായിരിക്കും? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു, കാൽഷ്യം അല്ലെ. നമ്മൾ കാൽഷ്യം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്താണ്? നമ്മുടെ ബോൺസിന്റെ ഗ്രോത്തിനും ദെൻ ബോൺ ഫ്രാക്ചർ സംഭവിക്കാതിരിക്കാനും ഒക്കെ കാൽഷ്യം വേണമെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഫോസ്ഫറസ്. ഓക്കെ, കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് അവർ ബോൺസ് ആൻഡ് ഫോർ അവർ ബോൺസ് ടു ബിക്കം ഹാർഡ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. Hardness of bones is due to the presence of calcium phosphate. Okay, അപ്പോൾ നമ്മുടെ ബോൺസിൻ്റെ ഹാർഡ്നെസ് അല്ലെ, നമ്മുടെ അസ്ഥികളുടെ ആ ഒരു ബലത്തിൻ്റെ പിന്നിൽ ആരുടെ പ്രസൻസ് കാരണമാണ്?
കാൽഷ്യം ഫോസ്ഫേറ്റ്. ഓക്കെ, കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ പ്രസൻസ് കാരണമാണ് നമ്മുടെ എല്ലുകൾക്ക് ഇത്രയ്ക്കും സ്ട്രെങ്ത്തും ഇത്രയ്ക്കും ബലം അല്ലെ, എത്ര ഹാർഡ് ആയിട്ടുള്ളത്. സോ കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ബോൺസ്. അപ്പൊ നമ്മുടെ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആരൊക്കെ അത്യാവശ്യമായിട്ടുള്ളത്? കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. ക്ലിയർ ആണോ? യെസ്. അപ്പം എല്ലാവരും എന്ത് വേണം? കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ ഇൻക്ലൂഡഡ് ആവുന്ന ഡയറ്റ് വേണം ഫോളോ ചെയ്യാനായിട്ട്. ദെൻ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഗ്രോത്ത് മിനറൽസ് ലൈക്ക് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ഹാർഡൻ ബോൺ. അപ്പം എന്താ സംഭവിക്കും നമ്മൾ വളരുമ്പോൾ? നമ്മൾ ഓരോ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ വളരുന്നുണ്ടല്ലേ. യെസ്, ഇൻഫൻസി അല്ലേ, ഇൻഫൻറ്റ് പീരീഡ് ഉണ്ട്, ദെൻ നമ്മൾ ടീനേജ് ഉണ്ട് അല്ലേ, യെസ്, ദെൻ നമുക്ക് അഡോളസൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സമയത്തും എന്താ സംഭവിക്കുന്നത്? കാൽഷ്യം ഫോസ്ഫറസും നമ്മുടെ അസ്ഥികളിൽ വന്ന് അടിയുന്നുണ്ട്, വന്ന് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട് അല്ലേ. അതുവഴി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോൺസ് ഹാർഡ് ആവുന്നു അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഫുഡ് വഴി ഒന്നും നമുക്ക് കാൽഷ്യം ഫോസ്ഫറസ് ഒന്നും എത്തുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കാൽഷ്യം ഫോസ്ഫറസ് ഉള്ള ഫുഡൊക്കെ നമുക്ക് നമ്മുടെ പേരൻസ് കൊണ്ട് തരുമ്പോൾ എനിക്കത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ എല്ലുകൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവുമോ? നല്ല ഹാർഡ് ആവോ? ബലം ഉണ്ടാവോ? ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ ബോൺസ് ഒക്കെ എന്തായി ബ്രിട്ടിലാവും അല്ലേ. എന്താണ് ഇങ്ങനെ ബലമില്ലാണ്ട് വീക്കായി പൊടിഞ്ഞ് ബ്രോക്കൺ ഡൗൺ ഒക്കെ ആവും അല്ലേ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യണം. ഓക്കെ. In infants, the bones are not very hard because the deposition of calcium phosphate is less. അപ്പം എന്താ പറയുന്നത്? ഇൻഫൻസിലല്ലേ, ചെറിയ കുട്ടികളിൽ, ഈ കുഞ്ഞു വാവകളിലൊക്കെ അവരുടെ എല്ലുകൾക്കൊന്നും അത്ര ഹാർഡ്നെസ് ഇല്ല, അത്ര ബലമില്ല. കാരണം എന്താണ്? അവരുടെ എല്ലുകളിൽ കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ ഡെപ്പോസിഷൻ വളരെ കുറവാണ്. ഓക്കെ, അവരുടെ എല്ലുകളിലോട്ട് ബോൺസിലോട്ട് കാൽഷ്യം ഫോസ്ഫറസും എത്താത്തത് കൊണ്ടാണ് അവരുടെ ബോൺസ് അത്ര ബലമുള്ളത് ആവാത്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണിവാവകളൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാ? തലയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കും അല്ലേ. കാരണം എന്താ? ഉറച്ചിട്ടുണ്ടാവില്ല നമ്മൾ പറയും അല്ലേ. അവരുടെ തലയൊന്നും ഉറച്ചിട്ടുണ്ടാവില്ല, നന്നായിട്ട് പിടിക്കണം എന്ന് പറയൂ അല്ലേ. കാരണം എന്താ? അവരുടെ ബോൺസൊക്കെ എന്താണ്? കാൽഷ്യം ഫോസ്ഫറസ് ഒന്നും അത്രയും ഡെപ്പോസിറ്റഡ് ആയിട്ടില്ല, നമ്മുടെ ബോഡി പോലെ അത്ര സ്ട്രോങ്ങും സ്ട്രെങ്തി ആയിട്ടുള്ളതായിരിക്കില്ല. ഓക്കെ. In adults, calcium required by the body is absorbed from the bones. അല്ലേ. അപ്പോൾ നമ്മൾ മുതിർന്നവരുടെ ബോഡിയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എല്ലുകൾക്ക് മാത്രമാണോ കാൽഷ്യം ആവശ്യമായിട്ടുള്ളത്? അല്ല, നമ്മുടെ ബോഡിലി ഫങ്ഷൻസിനും കാൽഷ്യം വേണം. കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമുക്കറിയാം നമ്മുടെ പല്ലുകൾക്കൊക്കെ കാൽഷ്യം വേണമെന്നല്ലേ, നല്ല ഹെൽത്തി പല്ലൊക്കെ ഉണ്ടാവാനായിട്ട്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ കാൽഷ്യത്തിൻ്റെ റിക്വയർമെൻറ്റ്സും എവിടെ നിന്ന് നടക്കുന്നേ? ഈ അസ്ഥികളിൽ നിന്നാണ് കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ കാൽഷ്യം നിസ്സാരമാണോ? അല്ല. ദിസ് കോസസ് വീക്കനിങ് ഓഫ് ബോൺസ് അല്ലെ. ചില സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ബോൺസിന് ബലം കിട്ടാതാവും അല്ലെ, ബോൺസ് ഒക്കെ വീക്കാവും. അതിന് കാരണം എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? നമ്മുടെ ബോഡിക്കുള്ള കാൽഷ്യത്തിൻ്റെ ആവശ്യം എങ്ങനെയാണ്? ബോൺസിൽ നിന്നാണ് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ്? ബോൺസ് വീക്കാവാൻ തുടങ്ങും. ഓക്കെ. വെജിറ്റബിൾസ് ലൈക്ക് ആഷ് ഗോഡ്, snake gourd, etc., fruits like guava, jambu, etc., egg, milk and small fishes are rich in calcium. അല്ലേ. അപ്പോൾ നമ്മുടെ ബോൺസ് വീക്കാവാൻ പാടുമോ? ബോൺസിൽ നിന്ന് അബ്സോർപ്ഷൻ വഴിയാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം എടുക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് കാൽഷ്യം കിട്ടാത്ത കാരണം ബോൺസ് വീക്കാവാം. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഏതൊക്കെയാണ്? നമ്മുടെ കുമ്പളങ്ങ, പടവലങ്ങ അല്ലെ, ആഷ് ഗോഡ്, സ്നേക്ക് ഗോഡ്, അത് പിന്നെ എന്തൊക്കെയാണ്? പാല് അല്ലേ, പാല്, ദെൻ മുട്ട, സ്മോൾ ഫിഷസ് അല്ലെ, ചെറിയ ചെറിയ മത്സ്യങ്ങൾ. നമ്മുടെ കൊഴുവ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചെറിയ മീനാണ് കൊഴുവ അല്ലേ. ഓക്കെ. ഇപ്പോൾ ഓരോരുത്തർ എന്ത് പേര് അതിന് പറയുന്നത് അറിയില്ല, ഞങ്ങളുടെ അവിടെ കൊഴുവ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ കൊഴുവയൊക്കെ എന്താണ്? റിച്ച് ഇൻ കാൽഷ്യം ആണ്. കൊഴുവയുടെ മുള്ളൊക്കെ കളയരുതെന്ന് പറയും. കാരണം എന്താ? ഇറ്റ് ഇസ് റിച്ച് ഇൻ കാൽഷ്യം. ഓക്കെ. അപ്പോൾ അതുപോലെ സ്മോൾ ഫിഷസ്, ദെൻ പിന്നെ എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ് ലൈക്ക് ഗുവ അല്ലെ, പേരക്കയിലൊക്കെ എന്താണ്? നിറച്ച് കാൽഷ്യം ഉണ്ട്.
ഇപ്പൊ ഇഷ്ടമാണോ? ഇനിയിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇതൊക്കെ ന്യൂട്രീഷ്യസ് അല്ലേ, കാൽഷ്യം ഉള്ളതല്ലേ, അപ്പൊ നമ്മൾ കഴിക്കണ്ടേ? നമുക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള ബോൺസ് വേണ്ടേ? കളിക്കണ്ടേ? നമുക്ക് ക്രിക്കറ്റ് കളിക്കണം, ഫുട്ബോൾ കളിക്കണം, ഈവൻ പഠിക്കണമെങ്കിൽ വരെ എന്താണ്? നമുക്ക് നല്ല സ്ട്രെങ്ത്, നല്ല ബലം വേണ്ടേ? യെസ്. അപ്പൊ അതിന് നമ്മൾ കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കണം. ഓക്കെ അല്ലേ? യെസ്. സോ ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സോസ്കെലിട്ടൻ ആൻഡ് എൻഡോസ്കെലിട്ടൻ. അല്ലേ? നമ്മൾ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിരുന്നു അല്ലേ? ബാഹ്യ അസ്ഥികൂടവും ആന്തരിക അസ്ഥികൂടവും അല്ലെ, എക്സോസ്കെലിട്ടനും എൻഡോസ്കെലിട്ടനും. അപ്പോൾ എക്സോസ്കെലിട്ടൻ അല്ലെ, ബാഹ്യ അസ്ഥികൂടം, അത് എവിടെ കാണുന്നേ? നമ്മളെ എക്സോസ്കെലിട്ടൻ എവിടെ കാണുന്നേ? സർഫസ് ഓഫ് ദ ബോഡിയിലാണല്ലേ, നമ്മുടെ ശരീരത്തിന്റെ പുറമേ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എക്സോസ്കെലിട്ടൻ അല്ലേ? ഓക്കെ. അപ്പൊ എക്സോസ്കെലിട്ടൻ കാണുന്ന കുറച്ച് ഓർഗാനിസംസിന്റെ എക്സാമ്പിൾ ഒന്ന് വേഗം പറഞ്ഞേ. ഏതൊക്കെയാണ്? ടോർട്ടസ് അല്ലെ, നമ്മുടെ ആമ. ദെൻ ക്രോക്കഡൈൽ അല്ലെ, ക്രോക്കഡൈലൊക്കെ എന്താണ്? എക്സോസ്കെലിട്ടൻ ഉണ്ട്. ദെൻ ബീറ്റിൽസ്, വണ്ട് അല്ലെ, സ്നെയിൽസ്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇവയ്ക്കൊക്കെ എന്തുണ്ട് മക്കളെ? എക്സോസ്കെലിട്ടൻ ഉണ്ട് അല്ലേ? ഇനി എൻഡോസ്കെലിട്ടൻ എന്താ? എൻഡോസ്കെലിട്ടൻ എന്താ? എൻഡോസ്കെലിട്ടൻ is seen inside the body അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ് ആന്തരികാസ്ഥികൂടം അല്ലെങ്കിൽ എൻഡോ അല്ലെ. എൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈഡ്. എൻഡോസ്കെലിട്ടൻ കാണുന്നത്. എക്സോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡ്. ഓക്കെ അല്ലേ? ഇനി എൻഡോസ്കെലിട്ടൻ എക്സാമ്പിൾ പറഞ്ഞേ. നമ്മുടെ ടോർട്ടസ് അല്ലെ, നമ്മുടെ ടോർട്ടസിനും ക്രോക്കഡൈലിനും എക്സോസ്കെലിട്ടനും ഉണ്ട്, എൻഡോസ്കെലിട്ടനും ഉണ്ട് അല്ലെ? യെസ്. അതുപോലെ തന്നെ നമ്മുടെ കൗ, ഗോട്ട്, ഇവയ്ക്കൊക്കെ എന്താണ്? എൻഡോസ്കെലിട്ടൻ ആണ് ഉള്ളത് അല്ലെ, എക്സോസ്കെലിട്ടൻ ഇല്ല. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടുപേരും കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കിയാലോ? യെസ്. അപ്പൊ എക്സോസ്കെലിട്ടൻ, skeletal system is covered with muscles. ഓക്കെ. അവരുടെ അസ്ഥികൂടം മസിൽസിനാൽ കവേർഡ് ആണ്. ഓക്കെ. ദെൻ എൻഡോസ്കെലിട്ടനിൽ എങ്ങനെയായിരിക്കും? മസിൽസ് ആർ സീൻ ഇൻസൈഡ് ദ സ്കെലിട്ടൻ അല്ലേ? അപ്പൊ എൻഡോസ്കെലിട്ടനുള്ള ഓർഗാനിസംസിൽ എങ്ങനെയാണ്? മസിൽസ് എവിടെ കാണുന്നേ? സ്കെലിട്ടന്റെ ഉള്ളിലാണ്. ഓക്കെ. ദെൻ the beautiful patterns and colors in the exoskeletons make many organisms very attractive. അല്ലെ, നമ്മൾ സ്വർണ്ണവണ്ട് അല്ലെ, സ്വർണ്ണവണ്ട്, ഗോൾഡൻ ബീറ്റിൽ കണ്ടു. ദെൻ സ്റ്റാർ ടോർട്ടസ് അല്ലെ, നമ്മുടെ നക്ഷത്രാമേനെ നമ്മൾ കണ്ടു അല്ലെ. ഇവയ്ക്കൊക്കെ എന്താണ്? നല്ല ഭംഗിയുള്ള എക്സോസ്കെലിട്ടൻ അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസിലും നിറങ്ങളിലും ഒക്കെ നമുക്ക് ഇവയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ്? ഇവ നല്ല അട്രാക്റ്റീവ് അല്ലേ? യെസ്. ദെൻ പിന്നെ എൻഡോസ്കെലിട്ടൻ എന്താണ്? നല്ല സ്ട്രെങ്ത് കൊടുക്കും അല്ലേ? നല്ല സ്ട്രെങ്ത്തും ഷേപ്പും സ്ട്രക്ചറും ഒക്കെ കൊടുക്കും അല്ലേ ബോഡിക്ക്. ദെൻ എക്സോസ്കെലിട്ടൻ, ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം എനിമീസ് അല്ലേ? എക്സോസ്കെലിട്ടൻ എന്താണ്? എനിമീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും അല്ലെ. നമ്മുടെ ആമയ്ക്കൊക്കെ എക്സോസ്കെലിട്ടൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഫോക്സിനൊന്നും നമ്മുടെ ആമേനെ കഴിക്കാൻ പറ്റാത്തത് അല്ലേ? വല്ല എനിമീസ് വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ആമ? ആമ തല പതുക്കെ എക്സോസ്കെലിട്ടന്റെ ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരും അല്ലേ? അപ്പൊ എനിമീസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ? പറ്റും അല്ലേ? ഓക്കെ. ദെൻ എൻഡോസ്കെലിട്ടൻ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നേ? ചലിക്കാനായിട്ട് സഹായിക്കും അല്ലെ. ഇറ്റ് ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ അല്ലെ. ചലനത്തിന് സഹായകമാണ് അല്ലെ. അതുപോലെ തന്നെ എക്സോസ്കെലിട്ടന് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യില്ലേ? ചലിക്കാൻ ഹെൽപ്പ് ചെയ്യില്ലേ? ഹെൽപ്പ് ചെയ്യും. അപ്പൊ ക്ലിയർ ആയില്ലേ? സിമ്പിൾ അല്ലേ? യെസ്. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഹ്യൂമൻ സ്കെലിട്ടൻ, ഓക്കെ, നമ്മുടെ മനുഷ്യന്റെ അസ്ഥികൂടവും അതിന്റെ കുറച്ച് ജോയിന്റ്സും ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഹ്യൂമൻ സ്കെലിട്ടനില്, മനുഷ്യന്റെ അസ്ഥികൂടത്തില് എന്തുണ്ട്? ജോയിന്റ്സും ബോൺസും ഒക്കെ വെച്ചിട്ടാണ് നിർമ്മിതമായിട്ടുള്ളത് അല്ലെ. എന്താ ജോയിന്റ്സ്? എന്താ മക്കളെ ജോയിന്റ്സ്? എന്താണ് ജോയിന്റ്സ്? അസ്ഥിസന്ധിയാണല്ലേ ജോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ബോൺസിനെ കൂട്ടിച്ചേർക്കുന്നതാണ് ജോയിന്റ്സ് അല്ലെ. രണ്ട് ബോൺസിനെ, രണ്ട് അസ്ഥികളെ കൂട്ടിച്ചേർക്കുന്നതാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മുടെ മൂവ്മെന്റ്, ചലിക്കാനും കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ആൻഡ്
ഡൂയിങ് ആക്ടിവിറ്റീസിനൊക്കെ സഹായിക്കും അല്ലേ? യെസ്. സോ നമുക്ക് 3 ജോയിന്റ്സ് അല്ലേ നമ്മൾ പഠിച്ചത്? ഏതൊക്കെയായിരുന്നു? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലെ, ഗോളരസന്ധി. അതെവിടെ കാണുന്നേ? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എവിടെ കാണുന്നേ? ഷോൾഡർ ജോയിന്റിലും ഹിപ്പ് ജോയിന്റിലും അല്ലെ, നമ്മുടെ തോളിലും അരക്കെട്ടിലുമാണ് നമുക്ക് ഗോളരസന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഹിഞ്ച് ജോയിന്റ് അല്ലെ, ഹിഞ്ച് ജോയിന്റ് പഠിച്ചില്ലേ നമ്മള്? വിജാഗിരി സന്ധികൾ അല്ലെ, വിജാഗിരി സന്ധികൾ എവിടെ കാണുന്നേ? നീ ആൻഡ് എൽബോ അല്ലെ, നമ്മുടെ കാൽമുട്ടിലും കൈമുട്ടിലും ആണ് നമുക്ക് എന്ത് കാണുന്നത്? ഹിഞ്ച് ജോയിന്റ് കാണുന്നത് അല്ലേ? ഒരു ഡിറക്ഷനിലോട്ട് മാത്രല്ലേ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ. ദെൻ പിവോട്ട് ജോയിന്റ് അല്ലെ, പിവോട്ട് ജോയിന്റ് കീലസന്ധികൾ എവിടെ കാണുന്നേ? നെക്കിലാണ് അല്ലെ, നെക്കിലാണ് കാണുന്നത്. ഓക്കെ അല്ലേ? 2 ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ? യെസ്. മനസ്സിലായില്ലേ? ഓൾറൈറ്റ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ അസ്ഥികൂടങ്ങൾ കാണാം അല്ലെ, ഒരു പക്ഷിയുടെയും ഒരു ആനിമലിന്റെയും അല്ലെ, നമുക്ക് ഒരു ക്രെയിനിന്റെയും ഒരു കൊക്കിന്റെയും ഒരു മാനിന്റെയും അസ്ഥികൂടം കണ്ടുകൂടെ? ഓക്കെ. അപ്പൊ ഇവയുടെ അസ്ഥികൂടവും മനുഷ്യന്റെ അസ്ഥികൂടവും തമ്മിൽ എങ്ങനെയാണ് റിസംബ്ലൻസ് വരുന്നത്, എങ്ങനെയാണ് അവ തമ്മിൽ സിമിലാരിറ്റി ഉള്ളതെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യം തലയോട് അല്ലെ, നമ്മുടെ സ്കള്ള് വെച്ച് നോക്കാം. അപ്പൊ സ്കള്ളിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അറിയുന്നേ? പറഞ്ഞേ. സ്കള്ള് പ്രൊട്ടക്ട് ചെയ്യൂ അല്ലേ? നമ്മളെ നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ തലച്ചോറിനെയും കണ്ണിനെയും മൂക്കിനെയും ചെവിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ആനിമൽസിന്റെ ബ്രെയിനിനെയും ഐസ്, നോസ്, ഇയറിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യില്ലേ? യെസ്. സോ സ്കൾ പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. ദെൻ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലൈറ്റ് ഫ്ലാറ്റ് ബോൺസ് അല്ലേ? നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ആണ് അല്ലെ, ലൈറ്റ് ആണ്. പിന്നെന്താണ്? ഫ്ലാറ്റ് ബോൺസും പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ബോൺസ് നമുക്ക് കണ്ടുകൂടെ? കാണാം അല്ലെ? ഇവയൊക്കെ എന്താണ്? ക്ലോസ് ആയിട്ട് നമുക്ക് കാണാം അല്ലെ? ഈ ബോൺസിനൊക്കെ അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് കാണാം അല്ലെ? ദേ ആർ ക്ലോസ്ലി ജോയിൻഡ് ടുഗെദർ. ഓക്കെ. ദെൻ ഓൺലി ദ ലോവർ ജോ ഇസ് മൂവബിൾ അല്ലെ? നമുക്കറിയാലോ, നമ്മുടെ ഈ ലോവർ ജോ കീഴ്ത്താടിയല്ലേ മൂവ് ചെയ്യാൻ പറ്റുക അല്ലേ? അല്ലേ? യെസ്. നമ്മുടെ കീഴ്ത്താടിയല്ല, ലോവർ ജോ മാത്രമാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ആണ് റിബ്സ്, നമ്മുടെ വാരിയല്ല്. ഓക്കെ. ദ റിബ്സ് ഫോം എ കേജ് ലൈക്ക് സ്ട്രക്ചർ അല്ലെ, ഒരു കേജ് പോലെ അല്ലെ? കേജിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? റിബ്സിന്റെ ഉള്ളില് ലങ്സും ഹാർട്ടും ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ ആണല്ലേ? യെസ്. ദെൻ നമ്മുടെ കാലിലെയും കയ്യിലെയും ബോൺസ് അല്ലെ, അതിന്റെ പ്രത്യേകത എന്താണ്? ദ തൈ ബോൺ ഇസ് ലാർജ് അല്ലെ, നമ്മുടെ തുടയെല്ലാണ് ലാർജസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അതുപോലെ തന്നെ സ്മോൾ ബോൺസ് ആർ ജോയിൻഡ് ഇൻ ഫിംഗേഴ്സ് അല്ലെ, നമ്മുടെ വിരലുകളിലൊക്കെ എന്താണ്? മൃഗങ്ങളുടെ ആയാലും വിരലുകളിൽ എങ്ങനെയാണ്? ചെറിയ ചെറിയ ബോൺസ് ഉണ്ട് അല്ലെ, അവ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വിരലുകളിൽ അല്ലെ, ഫിംഗേഴ്സിൽ. ഓക്കെ. ദെൻ വെർട്ടിബ്രൽ കോളത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ നട്ടലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിന് എസ് ഷേപ്പ് ആണല്ലേ? ചെറിയ ചില ബോൺസ് ദേ കം ടുഗെദർ ടു ഫോം എസ് ഷേപ്പ് അല്ലേ? സം ബോൺസ് ടുഗെദർ ഫോംസ് എ ബോൺ ലൈക്ക് എസ് ഷേപ്പ്. ഓക്കെ അല്ലേ? യെസ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ മൂവ്മെന്റ്സ് ഓഫ് ദ ലിംസ് ഓഫ് കൗ, ഡോഗ് ആൻഡ് ക്യാറ്റ്. അപ്പൊ നമ്മുടെ പശുവിന്റെയും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ മൂവ്മെന്റ്സ്, അവയുടെ ലിംസ്, കൈയുടെയും കാലിന്റെയും മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ട് അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറയുന്നുണ്ട്. കമ്പയർ ഇറ്റ് വിത്ത് ദ മൂവ്മെന്റ് ഓഫ് ആർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. അപ്പൊ നമ്മുടെ കൈയുടെയും കാലിന്റെയും ചലനവുമായിട്ട് അവയുടെ കൈകാലുകളുടെ ചലനം എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ? അവയ്ക്ക് കൈകളുണ്ടോ? കൈയില്ല. അവയ്ക്കുള്ളത് എന്താണ്? ലെഗ്സ് ആണ് അല്ലേ? യെസ്. സോ when all animals breathes in, the rib cage moves up and expands അല്ലേ? എല്ലാ ആനിമൽസും ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ അല്ലേ, ശ്വാസം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ?
നമ്മളായിക്കോട്ടെ, കൗ ആയിക്കോട്ടെ, ഡോഗ് ആയിക്കോട്ടെ, ക്യാറ്റ് ആയിക്കോട്ടെ, ശ്വാസം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? റിബ് കേജിന്റെ വാരിയലിന് എന്താ സംഭവിക്കുന്നേ? ഇറ്റ് മൂവ്സ് അപ്പ് ആൻഡ് എക്സ്പാൻസ്. വാരിയല് മേലോട്ട് മൂവ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യും. കാരണം എന്താ? നമ്മൾ ശ്വാസം എടുക്കുകയാണല്ലേ, അപ്പൊ എക്സ്പാൻഡ് ചെയ്താലാണ് ഓക്സിജന് വന്ന് നിറയാൻ പറ്റുള്ളൂ അല്ലേ? യെസ്. ദെൻ when the animals breathes out, അല്ലേ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴോ എക്സ്പിറേഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നേ? റിബ് കേജ് മൂവ്സ് ഡൗൺ ആൻഡ് കോൺട്രാക്ട്സ് അല്ലേ. അപ്പോൾ പൊങ്ങിയ അപ്സൈഡ് പോയ റിബ് കേജ് ഇറ്റ് മൂവ്സ് ഡൗൺ അല്ലേ, ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ശ്വാസം പുറത്തേക്ക് വിടുകയാണല്ലോ, അപ്പൊ എന്തായി? കോൺട്രാക്ട് ചെയ്യും. കാരണം എന്താ? ശ്വാസം പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? കോൺട്രാക്ട് ചെയ്യണം. ചുരുങ്ങണ്ടേ? യെസ്. ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ആർ മൂവിങ് ഇൻ വൺ പ്ലെയിൻ അല്ലേ. ഈ മൃഗങ്ങളുടെയും നമ്മുടെയും ഹാൻഡ്സും ലെഗ്സും ഒക്കെ എങ്ങനെയാണ്? ഒരേ പ്ലെയിനിലല്ലേ മൂവ് ചെയ്യുന്നേ? ഓരോന്ന് ഓരോ ദിശയിലാണോ? അല്ല, എല്ലാം ഒരു പ്ലെയിനിലാണ്. ദെൻ നമുക്കും അവർക്കും എന്താണ്? ഹാൻഡ്സും ലെഗ്സും ഒക്കെ ബെൻഡ് ചെയ്തൂടെ? നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ അവർക്കും എന്താണ്? ബെൻഡ് ചെയ്യാൻ പോസിബിൾ ആണ്. ഓൾറൈറ്റ്, സിമ്പിൾ അല്ലേ ചാപ്റ്റർ? എല്ലാം സിമ്പിൾ അല്ലേ? നമ്മുടെ ബോഡി എങ്ങനെയാണ്, നമ്മുടെ ബോഡിക്ക് ആ ഷേപ്പും ആ സ്ട്രെങ്ത്തും കിട്ടുന്നത്, അതിനു വേണ്ടി നമ്മൾ കുറേ ബോൺസ് ഉണ്ടെന്ന് പഠിച്ചു, ജോയിൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഇവയൊക്കെ എവിടെയാണ് കാണുന്നേ, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഇവയ്ക്കുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? പിന്നെ എങ്ങനെ നമ്മുടെ ബോൺസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെ പഠിച്ചില്ലേ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, സോ താങ്ക് യു.